കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഓർത്ത് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിലുള്ള വന്ദനങ്ങളെയും അറിയിക്കുന്നു. ഒരുമിച്ച് കർത്താവിന്റെ പാദങ്ങളിൽ ഈ രാത്രിയിലും നമുക്കായിരിക്കാൻ ദൈവം അവസരങ്ങളെ നൽകുന്നുവല്ലോ. നമ്മള് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളായിരുന്നു പഠിച്ചു വന്നിരുന്നത്. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് 17-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. 16-ാം വാക്യത്തിലേക്ക്. ചോദ്യങ്ങൾ ഒന്നുമില്ലെന്ന് കരുതട്ടെ. എങ്കിൽ നമുക്ക് 16, 17, 18 വാക്യങ്ങൾ വായിക്കാമല്ലോ. Hebrews 2:16, 17 and 18 please. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. സ്തോത്രം. താങ്ക് യു മിനി സിസ്റ്റർ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡസ്വീകരണത്തെ കുറിച്ചാണല്ലോ നമ്മൾ ഈ വാക്യങ്ങളിൽ കണ്ടുവരുന്നത്. അതിന്റെ തുടർച്ചയാണ് ഈ 16, 17, 18 വാക്യങ്ങൾ. ഈ 16-ാമത്തെ വാക്യം വീണ്ടും ഒരു സാൻഡ്വിച്ച് വേഴ്സ. മുകളിലും താഴെയുമുള്ള വാക്യങ്ങളെ കൂട്ടിയിണയ്ക്കുന്ന, കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്യമായിട്ടാണ് 16-ാമത്തെ വാക്യം നിലകൊള്ളുന്നത്. യേശുക്രിസ്തു നമ്മോട് സകലത്തിലും സദൃശനായി തീർന്നു. ഒടുവിൽ 14, 15 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശുക്രിസ്തുവും അങ്ങനെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായി ക്രൂശിൽ മരിച്ചു. ആ മരണത്താൽ മരണാധികാരിയായ പിശാചിനെ നീക്കി മരണഭീതിയിൽ നിന്ന് നമ്മെ വിടുവിച്ചു. അതിന് ഒരു വിശദീകരണം എന്ന നിലയിൽ, അതിനൊരു അപ്പൻഡിക്സ്, ഒരു അനുബന്ധം എന്ന നിലയിൽ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തു ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല വന്നത്. ഇതുവരെ പറഞ്ഞു വന്നതിന്റെ സാരം, Christ came to this world, he died on the cross, he rose again from the dead. All these were to save, to redeem mankind, no other creature. മനുഷ്യനെ സംരക്ഷണ ചെയ്യുവാൻ, മനുഷ്യജാതിയെ രക്ഷിക്കുവാൻ, മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായിരുന്നു യേശുക്രിസ്തു വന്നത് എന്ന് ഇവിടെ ഉറപ്പിച്ച് തറപ്പിച്ച് ലേഖകൻ പറയുകയാണ്. വേറെ ഒരു സൃഷ്ടിയെയും സംരക്ഷണ ചെയ്യുന്നതിനല്ല, മനുഷ്യന് വേണ്ടി മാത്രമാണ് ക്രിസ്തു മനുഷ്യനായി പിറന്നത് എന്ന സത്യം ഇവിടെ വിളിച്ചു പറയുന്നു. അതുകൊണ്ടാണ് ദൂതന്മാരെ
സംരക്ഷണ ചെയ്യുവാനല്ല യേശു വന്നത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ദൂതന്മാരെക്കാൾ അല്പം മാത്രം, അല്പകാലത്തേക്കും മാത്രം താഴ്ച വന്നവനായി വന്നു, വെളിപ്പെട്ടു. സ്തോത്രം. വളരെ മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്തതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായിട്ട് ഈ ലോകത്തിൽ വെളിപ്പെട്ടു. 9-ാമത്തെ വാക്യം. യേശുക്രിസ്തു സകലത്തിലും സഹോദരന്മാരായ നമ്മോട് സദൃശ്യനായി തീർന്നു. 11, 12, 13 ഇപ്പോൾ നമ്മൾ വായിച്ച 17, 18 ഒക്കെ വാക്യങ്ങൾ അക്കാര്യം പറയുന്നു. പിന്നെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശുവും അവരെ പോലെയായി. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ജഡരക്തങ്ങളോട് കൂടിയവനായി നമ്മെ പോലെ ആയിത്തീർന്നു. 4-ാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു മരണം ആസ്വദിച്ചു, മരണം അനുഭവിച്ചു. സ്തോത്രം. ഇതെല്ലാം ചെയ്തത് യേശുവിൻ്റെ മനുഷ്യത്വത്തിലാണ് എന്ന് ലേഖകൻ ഊന്നിപ്പറയുകയാണ്. ഇവിടെ ഒന്നിലും യേശുക്രിസ്തു ദൂതതുല്യനായിരുന്നില്ല എന്നാ പറയുന്നത്. ദൂതതുല്യനായിരുന്നില്ല. Jesus did not take up the form of an angel when he came to this world. In his incarnation, he took the form of a man, not an angel. യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിൽ ദൂതന്മാരെ പോലെ അല്ല യേശു ആയത്, മനുഷ്യരെ പോലെ. അതിനുള്ള കാരണം, the very purpose, or for the very reason is the very purpose. The very reason why Jesus didn't come in the form of an angel is the very purpose of Christ's incarnation. യേശുക്രിസ്തു എന്തുകൊണ്ട് ദൂതരൂപത്തിൽ വന്നില്ല? ഉത്തരം, യേശു ജഡമെടുത്തതിന്റെ ഉദ്ദേശം എന്തോ അതാണ് ഉത്തരം. ഉദ്ദേശം എന്തായിരുന്നു? മനുഷ്യജാതിയെ വീണ്ടെടുക്കുക, മാനവജാതിയെ വീണ്ടെടുക്കുക. The purpose of incarnation was not saving the angelic beings, but the human beings. അപ്പൊ മനുഷ്യജാതിയെ വീണ്ടെടുക്കേണ്ടിയിരുന്നത് കൊണ്ട് മനുഷ്യനായി വന്നു. സിംപ്ലി അത്രേ ഉള്ളൂ. Since Jesus had to save humankind, he took the form of a man. മനുഷ്യജാതിയെ രക്ഷിക്കേണ്ടിയിരുന്നത് കൊണ്ട്, വീണ്ടെടുക്കേണ്ടിയിരുന്നത് കൊണ്ട് യേശു മനുഷ്യനായി പിറന്നു എന്നാണ് ഈ 16-ാം വാക്യത്തിന്റെ അർത്ഥം. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാൻ അല്ലല്ലോ, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ. അവിടെ അബ്രഹാമിന്റെ സന്തതി ആരാണ് എന്ന് നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു. അബ്രഹാമിന്റെ സന്തതി, in immediate sense, the descendants of Abraham is the very Jews. Very Jews. അബ്രഹാമിന്റെ സന്തതി എന്നതിന് അക്ഷരീയമായി അവിടെ കൊടുക്കാൻ കഴിയുന്ന അർത്ഥമാണ്
യഹൂദന്മാർ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ തലമുറ. സ്തോത്രം. ദൂതന്മാരെ സംരക്ഷിക്കാനല്ല, അബ്രഹാമിന്റെ സന്തതി. അപ്പൊ അബ്രഹാമിന്റെ സന്തതി ആര്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന എബ്രായ പരമ്പര. അതെന്താ? അവരെ സംരക്ഷിക്കുവാൻ, അബ്രഹാമിന്റെ സന്തതിയെ, യഹൂദന്മാരെ മാത്രം സംരക്ഷിക്കുവാൻ യേശു വന്നു എന്ന് പറയുന്നത് ശരിയാണോ? പൂർണ്ണമായും ശരിയല്ല, ഭാഗികമായി ശരിയാണ്. എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ ജനനം, അക്ഷരീയമായ ശാരീരികമായ ക്രിസ്തുവിന്റെ ജനനം, അതിനെ സംബന്ധിച്ചാണ് ആ കാര്യം പറയുന്നത്. ക്രിസ്തു ഭൂമിയിൽ വന്നത് ജഡപ്രകാരം യഹൂദ ജാതിയിൽ നിന്നുമാണ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. സ്തോത്രം. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അഞ്ചാം വാക്യം, റോമൻസ് 9:5. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടു. സ്തോത്രം. ജഡപ്രകാരം ക്രിസ്തു യഹൂദനിൽ നിന്ന് ഉത്ഭവിച്ചു. അബ്രഹാമ്യ സന്തതി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് മീനിങ്, ഏറ്റവും അടുത്ത അർത്ഥം ഇസ്രായേലിയർ അല്ലെങ്കിൽ യഹൂദർ എന്നാണ്. അപ്പോൾ അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഏറ്റവും അക്ഷരീയമായ അർത്ഥം യഹൂദനെ സംരക്ഷണം ചെയ്യുവാൻ എന്ന അർത്ഥത്തിലാണ്. അതിന് ഉപോദ്ബലകമായ മറ്റൊരു പ്രയോഗം ക്രിസ്തു നടത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ സുറഫോയിക്കാരി സ്ത്രീയുമായുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമോ? അപ്പോൾ അവിടെ നാം കാണുന്നത്, എന്നിട്ട് മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ ആരുടെയും അടുക്കലേക്ക് അയച്ചിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകൾ, ഇസ്രായേലിന്റെ മാത്രം രക്ഷയ്ക്ക് വേണ്ടി യേശു വന്നു എന്ന ഒരു സൂചനയാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അപ്പം യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രാഥമികമായ വീക്ഷണം യഹൂദനായിരുന്നു. അപ്പം അതാണ് അബ്രഹാമിന്റെ സന്തതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒന്നാമത്തെ അർത്ഥം. യേശുക്രിസ്തു ഇസ്രായേലിൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ജഡപ്രകാരം ജനിച്ചു, അബ്രഹാമിയ സന്തതിയിൽ. അതുകൊണ്ടാണ് മത്തായി 1:1 അബ്രഹാമിന്റെ സന്തതിയായി, ദാവീദിന്റെ സന്തതിയായി യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറയുന്നത്. യേശു അബ്രഹാമിന്റെ സന്തതി.
കൂടാതെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ മുഴുവനും യഹൂദനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരുന്നു. ജാതികളെയോ മറ്റാരെയുമോ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷാ സമയത്ത് യെരുശലേമിന്റെ അതിരുകൾ വിട്ട് എങ്ങും പോകാതെ ഇരുന്നത്. സ്തോത്രം. അപ്പോൾ അക്ഷരീയ അർത്ഥം അതാണ്. 2, അബ്രഹാമിന്റെ സന്തതി. ആത്മീയ അർത്ഥത്തിൽ പറഞ്ഞാൽ സകല രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അതിനകത്തിൽപ്പെടും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും, വീണ്ടും ജനിച്ചവരെല്ലാവരും, വിശ്വാസികളായ എല്ലാവരും അതിനകത്തിൽപ്പെടും. സ്തോത്രം. അപ്പോൾ അബ്രഹാമിന്റെ സന്തതി എന്നതിന്റെ 2ാമത്തെ അർത്ഥതലം എല്ലാ വിശ്വാസികളും എന്നാണ്. അബ്രഹാമിൻ്റെതിനോട് തുല്യമായ വിശ്വാസം ഉള്ളവർ എന്നർത്ഥം. അബ്രഹാമിയ സന്തതിയിൽ പെടുന്ന 2ാമത്തെ കൂട്ടർ യഥാർത്ഥ വിശ്വാസികൾ. ഗലാത്യ ലേഖനത്തിൽ നാം അത് കാണുന്നുണ്ടല്ലോ. റോമാലേഖനത്തിലുമുണ്ട്, ഗലാത്യ ലേഖനത്തിലുമുണ്ട്. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 14-ാമത്തെ വാക്യം, 3:14 ഗലേഷ്യൻസ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന്. അപ്പൊ ജാതികളായ നമ്മൾ ഇന്ന് അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുവാൻ അബ്രഹാമിനും നമുക്കും കോമൺ ആയിട്ട്, പൊതുവായിട്ട് ഒരു കാര്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. സ്തോത്രം. കോമൺ ആയിട്ട് അബ്രഹാമിനും നമുക്കുമുള്ളത് എന്താണ്? There is something common for Abraham and also for us. എന്താണ്? വിശ്വാസം. യെസ്, ഫെയ്ത്ത്, വിശ്വാസം. അബ്രഹാമിനും നമുക്കും പൊതുവായിട്ടുള്ളത് വിശ്വാസമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്താണെന്ന് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. ആവർത്തിക്കേണ്ടതില്ലായിരിക്കുമെന്ന് കരുതുന്നു. ആടും മാടും കോഴിയും താറാവും ഒന്നുമല്ല ഇന്നത്തെ പലരും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ. ഈ കഴിഞ്ഞിടയ്ക്കും ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, അബ്രഹാമിന്റെ വീട്ടിൽ ഏതാണ്ട് 1000 ചില്ലുവാനും ജോലിക്കാരുണ്ടായിരുന്നു എന്ന്. ഇന്ന് ഞങ്ങളവിടെ വൈകിട്ടത്തെ സെഷൻ കഴിഞ്ഞിട്ട് അരമണിക്കൂറത്തെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. 5:30 തൊട്ട് 6 തൊട്ട് 6:30 വരെ. അപ്പൊ ഞങ്ങളിവിടെ ഇപ്പം നിൽക്കുന്നത് ഒരു കൊച്ചൊരു ഫാം ഹൗസിലാണ്. പശുവും ആടും കോഴിയും കാളയും ഒക്കെ ഉണ്ട്. പിന്നെ ആട്, ചെമ്മരിയാട്, അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ഒരു പാസ്റ്ററിന്റെ കൃഷിയുണ്ട്. മാതള നാരകം, മാവ്, മുന്തിരി, ഇങ്ങനെ പല തരത്തിലെ കൃഷികൾ. ഇങ്ങനെ ഞങ്ങള് പാസ്റ്റേഴ്സൊക്കെ കൂടെ ഇങ്ങനെ കൂടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പം ഒരാൾ പറയായിരുന്നു, ഈ ചുരുക്കം ചിലതിനെ പരിരക്ഷിക്കുന്നതിന് നമുക്ക് എന്തോ ഒരു പ്രയാസമാണ്. അപ്പോ അബ്രഹാം ഒക്കെ എങ്ങനെ ആയിരിക്കും ഇതിനെയൊക്കെ കൊണ്ടു നടന്നതെന്ന്.
അബ്രഹാമിന്റെ വീട്ടിൽ വേലക്കാരുണ്ടായിരുന്നു. അബ്രഹാമിന് ദേശത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ മൃഗസമ്പത്തുണ്ടായിരുന്നു. ഇതെല്ലാമാണോ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്? അല്ലല്ലോ. അബ്രഹാമിന്റെ അനുഗ്രഹം എന്താണെന്ന് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? കാണുമായിരിക്കും. എനിബഡി? ഇല്ലേ? എങ്കിൽ പിന്നെ അതിന്റെ 6ഉം 7ഉം കൂടെ വായിച്ചാട്ടെ. ഗലാത്യർ 3:6-7. ഗലേഷ്യൻസ് 3:6-7. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവീൻ. വിശ്വാസികളാണ് അബ്രഹാമിന്റെ മക്കൾ. അതാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അബ്രഹാമിന്റെ സന്തതി എന്നതിന്റെ രണ്ടാമത്തെ അർത്ഥതലം വിശ്വാസികൾ. അടുത്തത്. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട്, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. സ്തോത്രം. അബ്രഹാമിന്റെ അനുഗ്രഹം എന്താണെന്ന് ഗലാത്യർ 3:14 പറയുന്ന അബ്രഹാമിന്റെ അനുഗ്രഹം എന്താണെന്ന് 3:7 വാക്യത്തിലുണ്ട്. എന്തുവാ? അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതുപോലെ യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്ന അനുഗ്രഹമാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. സ്തോത്രം. വ്യക്തമാണല്ലോ? വിശദീകരണം വേണോ? വേണ്ട എന്ന് മൗനത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. കൂടുതൽ പറയണ്ടല്ലോ. വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അബ്രഹാമിന്റെ സന്തതി എന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം. ഒന്നാമത്തെ അർത്ഥം അക്ഷരീക യഹൂദന്മാർ. രണ്ടാമത്തെ അർത്ഥം വിശ്വാസികൾ. വിശ്വാസികൾ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ. അതാണ് അബ്രഹാമിന്റെ സന്തതികൾ, അബ്രഹാമിന്റെ അനുഗ്രഹം. ഇനി മൂന്നാമതൊരർത്ഥം. രണ്ടാമത്തെ അർത്ഥമാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. മൂന്നാമത്തെ അർത്ഥത്തിൽ മനുഷ്യവർഗത്തെ മുഴുവനും അതിൽ ഉൾപ്പെടുത്താം. മനുഷ്യവർഗത്തെ മുഴുവനും. കാരണം യേശുക്രിസ്തു വന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തെ വീണ്ടെടുക്കാനല്ല, സകലർക്കും വേണ്ടിയാണ്. സ്തോത്രം. സകലർക്കും വേണ്ടി. അപ്പോൾ സകല മനുഷ്യജാതിയെയും രക്ഷിപ്പാൻ യേശുക്രിസ്തു വന്നു. അതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതി എന്നവിടെ കോമൺ ആയിട്ട്, പൊതുവായിട്ട് പറഞ്ഞിരിക്കുന്നു.
പൊതുവായിട്ട്. സകല മാനവജാതിയെയും രക്ഷിപ്പാൻ. അതാണല്ലോ യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നത്. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ലോകത്തിലുള്ള സകല മനുഷ്യരെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഇപ്പൊ പൊതുവായി അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ മനുഷ്യജാതി മൊത്തം, വീണ്ടെടുപ്പ് ആവശ്യമുള്ള മാനവ സമൂഹം മൊത്തം എന്ന് മനസ്സിലാക്കാം. എന്നാൽ അക്ഷരീയമായി രണ്ടാമത്തെ അർത്ഥതലമാണ് കൂടുതൽ നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത്. സകല മനുഷ്യജാതിയെയും രക്ഷിക്കുക എന്നത് യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിന്റെ ഉദ്ദേശമായിരുന്നു. അത് വ്യക്തമാണ്. ഇതാണ് അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കുവാൻ അല്ലെങ്കിൽ സംരക്ഷണം ചെയ്യുവാൻ യേശുക്രിസ്തു വന്നു എന്നതിന്റെ അർത്ഥം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നും ഇല്ല എന്ന മൗനത്തിൽ നിന്നും ഞാൻ ഗ്രഹിക്കുന്നു. അപ്പോൾ അബ്രഹാമിന്റെ സന്തതി അത് വിശ്വാസികൾ മാത്രമാണെന്ന് പറയുന്ന ചിലർ പറയുന്ന ഒരു ദോഷകരമായ കാര്യവും കൂടെ ഉണ്ട്. അതായത് വിശ്വാസികൾ മാത്രമാണ് അബ്രഹാമിന്റെ സന്തതി എന്നാൽ, വിശ്വാസികൾ മാത്രമാണ് അബ്രഹാമിന്റെ സന്തതി എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം കൊണ്ട് പ്രയോജനമുള്ളൂ. പ്രയോജനമുള്ളൂ എന്നുള്ളതും നമുക്ക് സ്വീകാര്യമാണ്. എന്നാൽ അവർക്കു വേണ്ടി മാത്രമാണ് യേശു മരിച്ചത്, രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് യേശു മരിച്ചത് എന്ന ഒരു തെറ്റായ ഉപദേശത്തിലേക്ക് അത് പോകാൻ ഇടയുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? For indeed he does not give aid to angels, but he does give aid to the seed of Abraham. Yeah. അവിടെ നമ്മൾ കാണുന്നു to give aid അല്ലെങ്കിൽ to help. He does not give help. ചിലതിൽ aid. എയ്ഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ടു ഹോൾഡ് ഓൺ എന്നാണ്. ടു ഹോൾഡ് ഓൺ, പിടിച്ചു വയ്ക്കുക. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്
മനുഷ്യവർഗത്തിൽപ്പെട്ടവരെ പിടിച്ചു കൊണ്ടുപോകാൻ, to hold their hands and take them to the place where they themselves could not reach or make. തങ്ങൾക്ക് തന്നെ എത്തിപ്പെടാൻ പറ്റാതിരുന്ന ഒരു മേഖലയിലേക്ക് കർത്താവ് കൈ പിടിച്ച് അവരെ കൊണ്ടുപോവുക എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. സ്തോത്രം. മനസ്സിലായോ? അപ്പൊ നമ്മൾ തന്നെ അല്ല തേജസ്സിലേക്ക് നടക്കുന്നത്. നമ്മൾ തന്നെ അല്ല ഈ സിയോൻ യാത്രയിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? യേശു കർത്താവ് നമ്മുടെ കൈകൾ പിടിച്ച് കൊണ്ടുപോവുകയാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? സംരക്ഷണ ചെയ്യുക എന്നും മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ടു ടേക്ക് ഹോൾഡ് ഓഫ്, കൈ പിടിച്ച് കൊണ്ടുചെന്ന് എത്തേണ്ട സ്ഥലത്ത് എത്തി ഉത്തരവാദിത്വപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്തോത്രം. അപ്പം യേശുക്രിസ്തു നമ്മെ കൈ പിടിച്ച് നടത്തി പിതൃസന്നിധിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് സാരം. വ്യക്തമാണോ? ഓക്കെ. സ്തോത്രം. അപ്പോൾ കർത്താവ് നമ്മളെ കൈ പിടിച്ച് ഇങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പപ്പായോ മമ്മിയോ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത് പോലെ കയ്യെ പിടിച്ചോണ്ട് പോവുക. നാം തന്നെയല്ല നടക്കുന്നത്. സ്തോത്രം. നാം തനിച്ചല്ല. കർത്താവ് നമ്മെ പിടിച്ചിരിക്കുന്നു. ടി.കെ. സാമുവൽ സാറ് പാടിയ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്, കരുത്തനാം അവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിടിച്ചു വേർപിരിക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ. സംരക്ഷണ കൈ പിടിച്ച് പിതൃസന്നിധിയിലേക്ക് കൊണ്ടുപോവുക. എത്ര ആനന്ദകരമാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇപ്പൊ 16-ാം വാക്യത്തിന്റെ അർത്ഥം അതാണ്. ഇംഗ്ലീഷിൽ ഫോർ എന്നാണ് തുടങ്ങുന്നത്, അല്ലെ? ഫോർ ആണോ? ഓക്കെ. ഫോർ. ആ ഫോർ എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റിംഗ് വേർഡ്. സ്തോത്രം. പതിനഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ് ആ ഫോർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. ഇതിനു മുമ്പുള്ള വാക്യങ്ങളെ ഈ താഴെയുള്ള വാക്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നു. അപ്പം യേശുക്രിസ്തു ജഡമെടുത്തു, ഭൂമിയിൽ വന്നു, മരിച്ചു എന്നൊക്കെ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. കർത്താവ് കരം പിടിച്ച് നമ്മളെ കൊണ്ടുപോയി. അതാണ് 2:10 വായിക്കുന്നത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. സ്തോത്രം. അങ്ങനെയെങ്കിൽ 16-ാം വാക്യം നമുക്ക് വിടാമല്ലോ.
സ്തോത്രം. 17-18 വാക്യങ്ങൾ കൂടെ, 17 and 18. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിനും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. സ്തോത്രം. അവിടെ ഈ സാൻഡ്വിച്ച് വാക്യം, 16-ാം വാക്യം, രണ്ടിനെയും കൂടെ ഒട്ടിക്കുന്ന വാക്യം, അതങ്ങോട്ട് കഴിയുമ്പോൾ വീണ്ടും പ്രമേയം അവതരിപ്പിക്കുകയാണ് അപ്പോസ്തലൻ. പ്രസന്റേഷൻ ഓഫ് ദ തീം. സ്തോത്രം. പറയുന്നത് യേശുക്രിസ്തു ജഡമെടുത്തു വന്നതുകൊണ്ടുണ്ടായ പ്രയോജനം. ക്രിസ്തു ദൂതന്മാരെ സംരക്ഷിക്കുവാനായിരുന്നു വന്നിരുന്നതെങ്കിൽ ഈ രക്ഷ നമുക്ക് സ്വായത്തം ആകില്ലായിരുന്നു. നമ്മൾ ഒത്തിരി പ്രാവശ്യം പഠിച്ചിട്ടുള്ളത് പോലെ ഈ 16-ാമത്തെ വാക്യം തുടങ്ങിയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹമാണ് ഏറ്റവും അധികമായി വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ? ദൂതൻ പാപം ചെയ്തപ്പോൾ അവന് വേണ്ടി എന്താ ദൈവം ഒരുക്കിയത്? Chains of darkness, hell, the lake of fire. സ്തോത്രം. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവർക്ക് മാനസാന്തരത്തിന് രണ്ടാമതൊരു അവസരം കൊടുത്തില്ല. അവര് പാപം ചെയ്തപ്പോൾ നിത്യ നരകമാണ് അവർക്ക് വേണ്ടി ഒരുക്കിയത്. Man also is fallen, angels also. But മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനു വേണ്ടി കർത്താവ് ഒരുക്കിയത് കാൽവറിയ. സ്തോത്രം. ദൂതൻ പാപം ചെയ്തപ്പോൾ മാനസാന്തരത്തിന് ഇട കൊടുക്കാതെ ശിക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് വീണ്ടെടുക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. സ്തോത്രം. അങ്ങനെ മനുഷ്യനോടുള്ള ദൈവസ്നേഹത്തിന്റെയും കൂടെ അടയാളമായി ഇത് നിലനിൽക്കുക. സ്തോത്രം. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു മനുഷ്യജഡമാണ് സ്വീകരിച്ചത്. യേശുക്രിസ്തു ദൂതന്മാരെ രക്ഷിക്കുവാനായിരുന്നു വന്നിരുന്നതെങ്കിൽ ഒറ്റ പ്രാവശ്യത്തെ വരവ് കൊണ്ട് കാര്യം നടന്നേനേമോ? ഇല്ല. കാരണം ഒരുവനിൽ നിന്നല്ല അവരെ എല്ലാവരെയും സൃഷ്ടിച്ചത്. വെരി ഗുഡ്. ദൂതന്മാരുടെ ഉത്ഭവം ഒരുവനിൽ നിന്നല്ല. ഓരോ ദൂതനും വ്യത്യസ്തനാണ്. ഓരോ ദൂതനും ഓരോ വ്യക്തികളാണ്. ഓരോ ദൂതനും ഓരോ സൃഷ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു
ക്രിസ്തുവിന് ദൂതന്മാരെ വീണ്ടെടുക്കണമായിരുന്നു എങ്കിൽ ഓരോ ദൂതന് വേണ്ടിയും ഇറങ്ങി വരികയും ക്രൂശിലെ അനുഭവങ്ങളൊക്കെ സഹിക്കുകയും ചെയ്യേണ്ടി വന്നേ. അപ്പം ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല എന്നതിനകത്ത് ദൈവസ്നേഹത്തിന്റെ അതിമഹത്തായ ദർശനവും കൂടെ നിറഞ്ഞു നിൽക്കുന്നു. സ്തോത്രം. ആകയാൽ നമുക്ക് വേണ്ടി തന്റെ ജീവനെ വെടിഞ്ഞ ദൈവപുത്രനോട് നന്ദിയുള്ളവരായി ആ കർത്താവിനോട് ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അല്പം നേരത്തെ ഞാൻ അങ്ങ് നിർത്തുകയാണ്. 17-18 നമുക്ക് ദൈവം വെച്ചാൽ വ്യാഴാഴ്ച എത്താം. നാളെ ക്ലാസ് ഇല്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ.